അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്ത് പറയുന്നത്, സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ മൂന്നിയായിട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. ഇനിയും എല്ലാവരും എൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ചാനൽ മോണിയൊക്കെ ആയതല്ലേ, അപ്പോൾ ഒരു വയസ്സൊക്കെ ഒന്ന് പിടിച്ചാലോ അങ്ങനെ പറയണ്ട കേട്ടോ. ഓണത്തിന് നബിദിന ഓണം ഒന്നായതുകൊണ്ട് പായസം വെക്കാൻ മിക്സ്ഡ് ഓണത്തിന് കിട്ടിയതാണ്, ഓണത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓണത്തിന് കുറേ പായസം കിട്ടിയ കാരണം ഇത് അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ടോ. അപ്പം നമുക്ക് ഇന്ന് ആ പായസം എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ, പാലട പായസം അധികം ഉണ്ടാക്കലില്ല കേട്ടോ. അങ്ങനെ ആ കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി പായസം റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അങ്ങ് കാണും കേട്ടോ. അങ്ങനെ 1 ടീസ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്തിട്ടോ. നന്നായിട്ട് കാരമൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റെഡ് കളർ വരും കേട്ടോ. ഈ കളർ വന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കണ്ട ചുവപ്പ് കളർ വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ടാ. നെയ്യ് ഒഴിച്ചിട്ടാ. നെയ്യാണ് ഞാൻ ഒഴിച്ചേ. ഒരു ലിറ്റർ പാലിട്ടാ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, കാരണം അടിയിൽ അത് നന്നായി കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇളക്കി കൊടുത്ത് പാലിനെ ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ റെഡ് കളറായിട്ട് ആ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. അങ്ങനെ ആ പാലിലേക്ക് മിക്സഡാണ് കേട്ടോ. ഈ ഒരു പായസത്തിൻ്റെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കണ്ടോ. ഇത് മിക്സഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. സിമ്പിള്, വളരെ പെട്ടെന്ന് നമുക്ക് പാലട പായസം കുടിക്കാൻ ഒരു ഇത് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഒരു മിക്സ് വാങ്ങിയിട്ട് 1 ലിറ്റർ പാലും വാങ്ങി ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതാ മീൻ പൊരിക്കാൻ കേട്ടോ. നല്ല ചൂടുള്ള മീനാണ്, കറി വെച്ചായിട്ടോ. അങ്ങനെ ഇതാ പായസം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പായസമല്ലേ, പായസം സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഉച്ചക്ക് ഫുഡ് സൂതമീനാണ് കേട്ടോ. നല്ല സൂതമീൻ, പിന്നെ മീൻകറി, നല്ല മീൻകറി, അടിപൊളി മീൻകറി, പിന്നെ കാബേജ് ഉപ്പേരി കേട്ടോ. ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ. ഇനി ഒരു പിടി പിടിക്കട്ടെ, ടൈമില്ല, 1 മണിക്കാണ് മീറ്റിംഗ്. അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. ഈ അരിൻ്റെ വേവ് നല്ലോണം ഉണ്ട് കേട്ടോ, കണ്ടോ, നല്ലോണം വെന്ത് വരണം കേട്ടോ. അപ്പം നമുക്ക് പാല് ഫസ്റ്റ് ഒഴിക്കാതെ കുക്കറിൽ ഈ ഇത് മാത്രം ഇട്ട് വേവിച്ചിട്ട് പിന്നെ അങ്ങനെ പാലൊഴിച്ചിട്ട് അങ്ങനെ ചെയ്യണേണ് കേട്ടോ അടിപൊളി. ഞാൻ ഫസ്റ്റ് പാലൊഴിച്ചു, പിന്നെ കുക്കർ വിസിലടിച്ചപ്പോൾ പാലിങ്ങനെ അങ്ങനെ എന്തോ മാതിരി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളക്കി ശരിയാക്കിട്ടോ. ആ മിക്സ് അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിപ്പോൾ ഒന്നും കൂടി നല്ലോണം ഒന്ന് കുക്കർ അടച്ച് വെക്കട്ടെ. ഓഫാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. എടുത്തിട്ട് കുടിക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കി ഇനി ഇവിടെ കിടക്കട്ടെ, ദമ്മിൽ കുറച്ച് നേരം കിടക്കട്ടെ, എന്നിട്ട് വേവട്ടെ കേട്ടോ. ഞാനത് ഞങ്ങൾ സ്കൂളിൽ പോയി വരാണ് കേട്ടോ.
ഒന്നൂസേ വന്നിക്കാണ് കേട്ടോ. ഭയങ്കര മഴ, നല്ല നനഞ്ഞ് ഫുള്ളായിട്ട് ശരീരം മൊത്തം നനഞ്ഞിട്ടോ. ബേക്കിലായിരുന്നു പോയിരുന്ന മോനെ നനഞ്ഞ് വിറച്ച് നിങ്ങള് കണ്ടില്ലേ, ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിക്കണത്. അപ്പൊ നമ്മള് ഒരു കാര്യം വന്ന് പാലാട പായസം വെച്ചിട്ട് അത് കുടിക്കാതെ കുക്കറിൽ അങ്ങനെ ദമ്മിട്ടിട്ട് പോയതാണ്. അപ്പൊ ആ പാലാട പായസം എന്തായിരിക്കുന്നതെന്ന് നോക്കി കുടിച്ചിട്ട് ഈ തണുപ്പ്, നല്ല തണുപ്പില് പാലാട പായസം കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പൊ ഒന്ന് കഴിച്ചാനും പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം നമ്മളെ പായസം എങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ മാഷാ അല്ലാഹ് അടിപൊളി കടയിൽ നിന്ന് കിട്ടുന്ന അതേമാതിരി പായസം കിട്ടിട്ടോ. ഈ കടയിൽ നിന്ന് കിട്ടുന്ന മാതിരി അതേ കളറിൽ എനിക്ക് കിട്ടാറില്ല. കാരണം ആ ഒരു ഫസ്റ്റ് ഇതിൽ നമ്മൾ കുക്കർ വെക്കുമ്പോൾ ആ ഫസ്റ്റ് കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് അതിനെ നല്ലോണം കാനിമൽ ചെയ്ത് നല്ലോണം ഇളക്കി വിട്ടിട്ട് അതിനൊരു റെഡ് കളറാകുമ്പോൾ അതിക്ക് കുറച്ച് പാലൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കളറ്, ഈ ചുവപ്പ് കളർ എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ആ ഒരു പിടുത്തം എനിക്ക് കിട്ടി. അപ്പോൾ അടിപൊളി പായസം ഞാനൊന്ന് കുടിക്കട്ടെ. അങ്ങനെ സ്കൂളിൽ പോയി വന്നിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ പായസം കുടിക്കാനുള്ള പൂതികളൊക്കെ കടയിൽ നിന്ന് വാങ്ങണേ, വീട്ടിലേട്ട് അങ്ങ് മാറ്റി പിടിച്ചാൽ മതി കേട്ടോ. വയറ് നിറയെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി പായസം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിന് മോണിറ്റൈസേഷനായി. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് ഒരർത്ഥമുണ്ടായി. അപ്പോൾ അതിനുള്ള ട്രീറ്റായിട്ടൊരു പായസം കൂടി കിട്ടി. അതിനുള്ള ട്രീറ്റൊന്നുമല്ല കേട്ടോ. ഇത് സംഭവം ഓണത്തിന് വെക്കേണ്ട നൈവേദ്യം ഓണം ഒരു ടൈമിലായപ്പോൾ അങ്ങനെ മാറ്റി പിടിച്ചാണ് കേട്ടോ. അപ്പം ഞാനിത് കുടിക്കട്ടെ. അപ്പത്തേക്കുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് പോകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.